The difference of a two-digit number and the number formed by reversing the digits is always a multiple of dash. ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതിയാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും ഈ താഴെ നൽകിയിരിക്കുന്നതിൽ ഏതിൻ്റെ ഗുണിതമായിരിക്കും എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. രണ്ടക്ക സംഖ്യയാണ്. രണ്ടക്ക സംഖ്യ ആകുമ്പോൾ അതിന് പ്ലേസ് വാല്യൂ രണ്ടെണ്ണം ഉണ്ട്. അതായത് ടെൻത്തിൻ്റെ പ്ലേസ് ഉണ്ട്, യൂണിറ്റ് പ്ലേസ് ഉണ്ട്. നമുക്ക് നമ്മുടെ സംഖ്യയിലെ ടെൻത്തിൻ്റെ പ്ലേസിലുള്ള ഡിജിറ്റ് എക്സ് എന്നും യൂണിറ്റ് പ്ലേസിലുള്ള ഡിജിറ്റ് വൈ എന്നും എടുക്കുക. അങ്ങനെയെങ്കിൽ ഈ സംഖ്യ ഏതായിരിക്കും? 10x + y ആയിരിക്കും ഈ സംഖ്യയുടെ വാല്യൂ. ഇനി ഇതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതുക. അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതുമ്പോൾ 10ൻ്റെ പ്ലേസിൽ വൈയും യൂണിറ്റ് പ്ലേസിൽ എക്സും വരും. അപ്പോൾ സംഖ്യയുടെ വാല്യൂ എന്ന് പറയുന്നത് 10y + x എന്നായിരിക്കും. അപ്പോൾ 10x + വൈയും 10y + എക്സും തമ്മിലുള്ള വ്യത്യാസം കണ്ടു കഴിഞ്ഞാൽ ആ വ്യത്യാസം ഏതിൻ്റെ ഗുണിതമാണ്, ഈ തന്നിരിക്കുന്നതിൽ ഏതിൻ്റെ ഗുണിതമാണ് എന്ന് കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇവ തമ്മിലുള്ള വ്യത്യാസം കാണാൻ നമുക്ക് 10x + y - 10y + x കാണാം. നമുക്ക് ബ്രാക്കറ്റ് മാറ്റാം. അപ്പോൾ 10x + y - 10y - x എന്നാവും. ദെൻ 10x ന്ന് x കുറച്ചാൽ 9x, y - 10y ദാറ്റ് ഈസ് -9y എന്ന് വരും. 9 കോമൺ എടുക്കാം, ദാറ്റ് ഈസ് 9 × x - y. അതായത് നമ്മൾ കണ്ടുപിടിച്ച വ്യത്യാസം 9ൻ്റെ മൾട്ടിപ്പിളാണ്. അപ്പോൾ ഒരു രണ്ടക്ക സംഖ്യയും അതിലെ അക്കങ്ങൾ പരസ്പരം മാറ്റി എഴുതിയാൽ കിട്ടുന്ന സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം എല്ലായ്പ്പോഴും 9ൻ്റെ മൾട്ടിപ്പിളായിരിക്കും. ശരിയുത്തരം ഓപ്ഷൻ ബി 9. ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ഫസ്റ്റ് 7 നാച്ചുറൽ നമ്പേഴ്സ് ഇസ് ഡാഷ്. ഇവിടെ ആദ്യത്തെ 7 എണ്ണൽ സംഖ്യകളുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഓഫ് വേരിയൻസ് ആണ്, സ്ക്വയർ റൂട്ട് ഓഫ് വേരിയൻസ്. അപ്പോൾ നമുക്ക് ആദ്യം വേരിയൻസ് കണ്ടുപിടിക്കാം. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വേരിയൻസ് കണ്ടുപിടിക്കാൻ നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വേരിയൻസ് n² - 1/12 ആണ്. ആദ്യത്തെ n എണ്ണൽ സംഖ്യകളുടെ വേരിയൻസ് n² - 1/12. അപ്പോൾ ഇവിടെ ആദ്യത്തെ 7 സംഖ്യകളുടെ വേരിയൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ n-ന് പകരം 7 കൊടുക്കുക. n-ന് പകരം 7 കൊടുക്കുമ്പോൾ 7² - 1/12 എന്ന് വരും. 7ൻ്റെ സ്ക്വയർ 49, ദാറ്റ് ഈസ് 49 - 1/12. 49ൽ നിന്ന് 1 കുറച്ചാൽ 48, 48/12 4 വരും. അപ്പോൾ വേരിയൻസ് 4 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈക്വൽ ടു റൂട്ട് ഓഫ് 4. 4ൻ്റെ സ്ക്വയർ റൂട്ട് 2. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ 2 ആണ്. ശരിയുത്തരം ഓപ്ഷൻ ബി 2. A pair of shoes and a pair of socks cost 1,100 rupees and the pair of shoes cost 1,000 rupees more than the pair of socks. The cost of the pair of shoes in rupees is dash. ഒരു ജോഡി ഷൂസിനും ഒരു ജോഡി സോക്സിനും കൂടി 1,100 രൂപയാണ് വില. ഷൂസിന് സോക്സിനേക്കാൾ 1000 രൂപ വില കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ഷൂസിൻ്റെ വില എത്രയെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് പല രീതിയിൽ ചെയ്യാം. നമുക്ക് ഓപ്ഷൻസ് വെച്ച് പരിശോധിച്ച് ചെയ്യാം, അല്ലെങ്കിൽ എക്സ് എന്നും വൈ എന്നും എടുത്തുകൊണ്ട്. ഇവിടെ സോക്സിനാണ് വിലക്കുറവ്, അതുകൊണ്ട് സോക്സിൻ്റെ വില നമുക്ക് എക്സ് രൂപയാണെന്ന് കരുതാം. സോക്സിന് എക്സ് രൂപയാണെന്ന് കരുതുക. അങ്ങനെയാണെങ്കിൽ ഷൂസിൻ്റെ വില എന്ത് വരും? ഷൂസിൻ്റെ വില സോക്സിനേക്കാൾ 1000 രൂപ കൂടുതലാണ്. അതുകൊണ്ട് x + 1000 ആയിരിക്കും ഷൂസിൻ്റെ വില. ഇനി ഷൂസിനും സോക്സിനും കൂടി 1,100 രൂപ. അപ്പോൾ ഈ രണ്ട് വിലയും കൂടെ കൂട്ടുമ്പോൾ 1,100 കിട്ടണം. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും? എക്സും എക്സും കൂടെ കൂട്ടിയാൽ 2x. അപ്പോൾ 2x + 1000 = 1,100 എന്ന് വരും. അപ്പോൾ 2x എത്ര വരും? 1,100ൽ നിന്ന് 1000 കുറച്ചാൽ മതി, അതായത് 100 എന്ന് കിട്ടും. 2x 100 ആണെങ്കിൽ x എത്രയാണ്? 50. അപ്പോൾ സോക്സിന് 50 രൂപയും ഷൂസിന് 1,050 രൂപയും വരും. അപ്പോൾ ഷൂസിൻ്റെ വില 1,050. ശരിയുത്തരം ഓപ്ഷൻ സി 1,050. നമുക്ക് ഈ ക്രിയകൾ എക്സും ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ തന്നിരിക്കുന്ന വാല്യൂസ് ഓപ്ഷൻസ് നോക്കി വേണമെങ്കിലും ചെയ്യാം. ഷൂസിന് 1000 രൂപയാണെങ്കിൽ സോക്സിൻ്റെ വില ഷൂസിനേക്കാൾ 1000 രൂപ കുറവാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ സോക്സിന്
0 രൂപയാവും, അത് പോസിബിൾ അല്ല. ഇനി ഇവിടെ ഷൂസിന് 1025 രൂപയാണെങ്കിൽ സോക്സിന് 25 രൂപ വരും. അപ്പോൾ 25 കൂടെ കൂട്ടി എത്ര വരും? 1050 ആവുള്ളൂ. ഇവിടെ രണ്ടിനും കൂടി 1100 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇതും പോസിബിൾ അല്ല. 1050 ആണ് ഷൂസിൻ്റെ വില എന്ന് കരുതിയാൽ സോക്സിൻ്റെ വില അതിൽ നിന്നും 1000 കുറവ്, അതായത് 50. 1050ഉം 50ഉം കൂടെ കൂട്ടിയാൽ 1100. അപ്പോൾ ഷൂസിൻ്റെ വില 1050 എന്ന് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കിട്ടും. ഈ രീതിയിൽ ഓപ്ഷൻസ് പരിശോധിച്ച് വേണമെങ്കിൽ നമുക്ക് ഉത്തരം കണ്ടെത്താം. ഇഫ് ദി സം ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് 9 ആൻഡ് ദി സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പേഴ്സ് ഈസ് 53, then the product of the numbers is dash. രണ്ട് പോസിറ്റീവ് ഇൻറ്റിജേഴ്സിൻ്റെ സം 9ഉം ആ സംഖ്യകളുടെ വർഗങ്ങളുടെ തുക 53 ആണെങ്കിൽ ആ സംഖ്യകളുടെ ഗുണനഫലം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ആ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എക്സ് എന്നും വൈ എന്നും എടുക്കാം. സംഖ്യകൾ എക്സ് എന്നും വൈ എന്നും എടുത്തു കഴിഞ്ഞാൽ സം ഓഫ് ടു പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് 9 എന്ന് നൽകിയിട്ടുണ്ട്. അതായത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 9 ആവും. സം ഓഫ് ദി സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പേഴ്സ് ഈസ് 53 ആണ്. അപ്പോൾ ഇവയുടെ സ്ക്വയറുകളുടെ തുക 53, അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 53 എന്ന് കിട്ടും. ദെൻ ദി പ്രോഡക്റ്റ് ഓഫ് ദി നമ്പേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് എക്സ് വൈ എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൻ്റെ ഇക്വേഷൻ ഉപയോഗിക്കാം. ഓർക്കുക, എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് 2xy ആണ്. അപ്പോൾ ഇതിൽ നിന്നും 2xy കിട്ടാൻ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൽ നിന്ന് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ കുറച്ചാൽ മതി. ഓർ 2xy ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. ഇതിൽ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയറിൻ്റെയും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെയും വാല്യൂ നമുക്ക് എഴുതാം. എക്സ് പ്ലസ് വൈ 9 ആണ്. അപ്പോൾ എക്സ് പ്ലസ് വൈ ഹോൾ സ്ക്വയർ എത്രയാണ്? 9ൻ്റെ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 53. 9ൻ്റെ സ്ക്വയർ 81, 81 മൈനസ് 53 വരും. 28 ആണ് കിട്ടുക. 28. അപ്പോൾ 2xyയുടെ വാല്യൂ 28. അപ്പോൾ xy എത്ര വരും? 28ൻ്റെ പകുതി, 28/2 14. അപ്പോൾ സംഖ്യകളുടെ പ്രോഡക്റ്റ് 14 ആണ്. ശരി ഉത്തരം ഓപ്ഷൻ ബി. ഇഫ് modulus of x minus 2 plus modulus of x minus 8 equal to 6, where x is a real number, then which of the following is not true? ഇവിടെ ഒരു ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 ഈക്വൽ ടു 6. എക്സ് ഒരു റിയൽ നമ്പറാണ്. അങ്ങനെയെങ്കിൽ ഈ താഴെ നൽകിയിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഏതാണ് ശരിയല്ലാത്തതാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അത് ഓർക്കുക. തന്നിരിക്കുന്ന ഇക്വേഷൻ നോക്കുക. മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2, അതിൻ്റെ അർത്ഥം എന്താണ്? എക്സ് എന്ന നമ്പറും 2 എന്ന നമ്പറും തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2. അതുപോലെ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എന്നാൽ എക്സും 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും എക്സും 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും കൂട്ടിയാൽ 6 കിട്ടണം. നമുക്ക് നമ്പർ ലൈൻ ഒന്ന് വരച്ച് നോക്കാം. ഈ നമ്പർ ലൈനിലെ ഡിസ്റ്റൻസ് ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. ദെൻ 0, -1, -2, then 1, 2, 3, 4, 5, 6, 7, 8, 9 ഇത്രയും മതിയാവും. ഇനി നമ്മുടെ എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാണണം. അപ്പോൾ 2 ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. അതുപോലെ എക്സും 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും. ഇനി നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എക്സ് ഈക്വൽ ടു 6 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും എക്സും 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും കൂട്ടിയാൽ 6 കിട്ടുമെങ്കിൽ ആ എക്സ് ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 എന്നുള്ള ആദ്യം നമ്മൾ എടുത്തു. എക്സ് ഈക്വൽ ടു 6 ആണെങ്കിൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ 6ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. 6ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്ര യൂണിറ്റ് ആണ്? 1, 2, 3, 4 യൂണിറ്റ്. പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8ൻ്റെ അർത്ഥം 6ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്. അത് 2 യൂണിറ്റ്. 4 + 2 ഈക്വൽ ടു 6. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 ആകുമ്പോൾ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 എന്നുള്ളത് 6 യൂണിറ്റ്സ് ആയിരിക്കും. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 6,
ഈ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 6 ഒരു സൊല്യൂഷൻ ആണെന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രൂ ആണ്. അപ്പോൾ ഇതല്ല നമ്മുടെ ഉത്തരം. നമുക്ക് ശരിയല്ലാത്തതാണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി അടുത്തത് നോക്കുക. അടുത്തത് ബി അവിടെ നിൽക്കട്ടെ, സിക്ക് പോവാം. എക്സ് ഈക്വൽ ടു 5 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദി ഇക്വേഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്സ് ഈക്വൽ ടു 5 നമുക്ക് എടുത്ത് നോക്കാം. എക്സ് ഈക്വൽ ടു 5 എടുത്തു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 മീൻസ് 5ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് 3 യൂണിറ്റാണ്. പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8 മീൻസ് 5ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതും 3 യൂണിറ്റാണ്. ഇവയുടെ സം എടുത്താലും 6 കിട്ടും. ദാറ്റ് മീൻസ് എക്സ് ഈക്വൽ ടു 5 ഈ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ ഇതും ഒരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. നോക്കുക, ഈ 2നും 8നും ഇടയിലുള്ള ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ നമ്പരും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും ആ നമ്പരും 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും കൂട്ടിയാൽ 6 കിട്ടും. ഉദാഹരണമായിട്ട് നോക്കുക, 4 എടുത്തോളുക. എക്സിന് 4 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എക്സും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് മീൻസ് 4ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അത് 2 യൂണിറ്റ്സ് വരും. പ്ലസ് എക്സും 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അടുത്ത് വേണ്ടത്, അതായത് 4ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് 4 യൂണിറ്റ്സ് വരും. അപ്പോഴും സം 6 കിട്ടും. അതായത് ഈ 2നും 8നും ഇടയിലുള്ള ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ആ നമ്പരും 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും ആ നമ്പരും 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസും കൂട്ടിയാൽ 6 കിട്ടും. അതിൻ്റെ അർത്ഥം 2നും 8നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് എല്ലാം ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഇക്വേഷന് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോൾ ഓപ്ഷൻ ബി ട്രൂ ആണ്. അപ്പോൾ ഉത്തരമായി വരാവുന്നത്, ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആയിരിക്കും. നമുക്ക് എക്സ് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ എന്ന് നോക്കാം. എക്സ് ഈക്വൽ ടു 0 വന്നു കഴിഞ്ഞാൽ മോഡുലസ് ഓഫ് എക്സ് മൈനസ് 2 മീൻസ് 0ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, 0ഉം 2ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 2 യൂണിറ്റ്സ് ആണ്. പ്ലസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 8, അതായത് 0ഉം 8ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ്, അത് 8 യൂണിറ്റ്സ് ആണ്. രണ്ടും കൂടെ കൂട്ടിയാൽ 10 എന്ന് കിട്ടും. നമുക്ക് 6 കിട്ടിയാലേ സൊല്യൂഷൻ ആവുള്ളൂ. ഇവിടെ 10 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് എക്സ് ഈക്വൽ ടു 0 ഈ ഇക്വേഷൻ്റെ സൊല്യൂഷൻ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ ഡി തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം ശരി ഓപ്ഷൻ ഡി ആണ്.